ആഗോള നിക്ഷേപക സംഗമത്തിന് സമാപനം 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപ പ്രഖ്യാപനങ്ങളുമായി ആഗോള നിക്ഷേപക ഉച്ചകോടി. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് 374 കമ്പനികൾ. നിക്ഷേപക ഉച്ചകോടി വികസനത്തിനായുള്ള നാഴികക്കല്ലെന്ന് മന്ത്രി പി രാജീവ്. നിക്ഷേപത്തിനായുള്ള നടപടികൾ സുതാര്യമാക്കുമെന്ന് ഉറപ്പു നൽകുന്നുവെന്നും ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി 3 വർഷത്തിലൊരിക്കൽ നിർബന്ധമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. Our objective is to ensure confidence among the investor community and to showcase the potential of the state to the world. I am sure Kerala is more visible to the world for its investment potential. That is the achievement of this summit. സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലൊരു അഭിമാനമുള്ള നിമിഷം കൂടിയാണ് ഇപ്പോൾ. ആ നിലയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി കൂടി ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഈ വലിയൊരു പ്രവർത്തനത്തിന് അതിൻ്റെ ആ ഒരു മികവ് അതിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം കൂടി ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ആഗോള നിക്ഷേപക സംഗമത്തിനാണ് ഇന്ന് സമാപനം. 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപ പ്രഖ്യാപനങ്ങളാണ് ഇന്ന് ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ നടന്നത്. ഏതാണ്ട് 374ഓളം കമ്പനികൾ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. നിക്ഷേപ ഉച്ചകോടി വികസനത്തിനായുള്ള നാഴികക്കല്ലാണെന്ന് മന്ത്രി പി രാജീവ് ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. വളരെ മികച്ച രീതിയിൽ വലിയ കമ്പനികൾ നിക്ഷേപ സംഗമത്തിലേക്ക് എത്തുകയും കേരളത്തിൽ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തു. ഇത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഈ പറയുന്ന വ്യവസായ മേഖലയിൽ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം വലിയ രീതിയിൽ ഫലവത്തായി എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇത്തരത്തിൽ നിക്ഷേപ സംഗമത്തിൽ പുറത്തുനിന്നും. അതുപോലെ തന്നെ കേരളത്തിലുള്ള കമ്പനികളടക്കം വിവിധ കമ്പനികൾ കോടികളുടെ നിക്ഷേപം കേരളത്തിൽ നടക്കുകയും ബിസിനസ് മേഖലയെ വലിയ രീതിയിൽ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് കേരളത്തിൽ കൂടുതൽ സുഗമമാക്കുന്നതിനായുള്ള നിക്ഷേപങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആ നിലയിൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി അടക്കം പ്രതികരിച്ചപ്പോൾ വളരെ മികച്ച പ്രതികരണമാണ് നിക്ഷേപക സംഗമത്തിന് ഇവിടെ നടത്തിയതിൽ വളരെ മികച്ച പ്രതികരണമാണ് കുഞ്ഞാലിക്കുട്ടി അടക്കം UDFൻ്റെ നേതാക്കൾ എല്ലാം തന്നെ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞതൊപ്പം തന്നെ ഇൻവെസ്റ്റ് കേരള ഉച്ചകോടി 3 വർഷത്തിലൊരിക്കൽ നിർബന്ധമാക്കുമെന്നും ഇന്ന് മന്ത്രി പി രാജീവ് പറയുകയുണ്ടായി. അതായത് ഇത്തരത്തിലുള്ള നിക്ഷേപക ഉച്ചകോടികൾ കേരളത്തിൽ നിർബന്ധമാക്കുക അല്ലെങ്കിൽ അത് വർഷാവർഷങ്ങളിൽ അത് സംഘടിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം അതാണ് മന്ത്രി വിശദീകരിക്കുകയും ചെയ്തത്. കാരണം കൂടുതൽ കമ്പനികളെ കേരളത്തിലേക്ക് അവരുടെ നിക്ഷേപക സാധ്യതകളെ കേരളത്തിലേക്ക് കൊണ്ടുവരിക അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ നൽകുന്ന പ്രാധാന്യം ഇതിലൂടെ വെളിവാകുകയും ചെയ്യുന്നുണ്ട്. സാലി മുഹമ്മദ് ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സാലി, വളരെ മികച്ച രീതിയിൽ ഉള്ള കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലാണ് ഇത്തരത്തിൽ നിക്ഷേപ ഉച്ചകോടിയിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ UDFൻ്റെ നേതാക്കളടക്കം അതിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? കണക്കാണ് താൽപ്പര്യപത്രം ഒപ്പുവെച്ച പ്രമുഖ നിക്ഷേപകരുടെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ മന്ത്രി വേദിയിൽ പ്രഖ്യാപിച്ചത് 374 നിക്ഷേപകരുടേതായ താൽപ്പര്യപത്രങ്ങൾ. അത് 1,52,900 കോടി രൂപയുടെ വാഗ്ദാനമുണ്ട്. അത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയണം എന്നുള്ളതാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. നാളെ മുതൽ നിക്ഷേപങ്ങൾ തരംതിരിച്ച് ഈ വാഗ്ദാനങ്ങൾ തരംതിരിച്ച് പരിശോധിക്കും. റിവ്യൂ മീറ്റിംഗ് നടത്തും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുക്കും. ഒപ്പം ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തും. അങ്ങനെ താഴെ മുതൽ മുകൾ തട്ടിൽ വരെ നടപ്പാക്കേണ്ട എല്ലാ പദ്ധതികളെ സംബന്ധിച്ച് ഒരു പ്ലാൻ തന്നെ ഈ ഉച്ചകോടിയുടെ സമാപന വേദിയിൽ വ്യവസായ മന്ത്രി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ ധാരണാപത്രം അല്ലെങ്കിൽ താൽപ്പര്യപത്രം അത് രണ്ടിലേതെങ്കിലും ഒന്ന് ഒപ്പുവെച്ച കമ്പനികളുടെ വിശദമായ ഒരു കണക്ക് തന്നെ വേദിയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അവരിൽ നിന്ന് ധാരണാപത്രം അല്ലെങ്കിൽ താൽപ്പര്യപത്രം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് വേദിയിൽ വെച്ച് തന്നെ വ്യവസായ മന്ത്രി. അതിൽ പ്രധാനപ്പെട്ടത് 1,52,900 കോടി രൂപയുടെ വാഗ്ദാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞ അദാനി ഗ്രൂപ്പിൻ്റെ 30,000 കോടി, ഗ്രൂപ്പിൻ്റെ 850 കോടി, ഷറഫ് ഗ്രൂപ്പിൻ്റെ 5,000 കോടി, ലുലു ഗ്രൂപ്പിൻ്റെ 5,000 കോടി, നാരായണൻ റിനൈ മെഡിസിറ്റിയുടെ 500 കോടി, NRI പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് 5,000 കോടി, മൊണാർക്ക് കമ്പനി 5,000 കോടി, പോളിമെറ്റേഴ്സ് 920 കോടി, പ്യാരിലാൽ 920 കോടി. അങ്ങനെ ഒരു പട്ടിക തന്നെ മന്ത്രി വേദിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ബഹുഭൂരിപക്ഷവും താൽപ്പര്യപത്രങ്ങളും ഒപ്പം MOUകളും ഉണ്ട്. അപ്പം ആ താൽപ്പര്യപത്രം
മുന്നോട്ട് വെച്ചവരുടെ കണക്കുകൾ അത് വസ്തുതാപരമാണോ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതാണോ എന്നൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും പോസിറ്റീവായ കാര്യം ഇത്ര വലിയ ഒരു നിക്ഷേപ സാധ്യതകൾ കേരളത്തിന് തുറന്നു കിട്ടി എന്നുള്ളതാണ്. അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയോടെ നടപടി സ്വീകരിക്കും എന്ന് പറയുകയും ചെയ്തു. ഈ വേദിയിൽ, ഈ സമിറ്റിൻ്റെ വേദിയിൽ, സമാപന വേദിയിൽ പങ്കെടുത്ത എല്ലാ ആളുകളും ഈ സമിറ്റിനെ അങ്ങേയറ്റം പ്രകീർത്തിക്കുന്നതും കണ്ടു എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഉണ്ടായിരുന്നു. വലിയ ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്ന നിക്ഷേപകരുണ്ടായിരുന്നു. ഭാരത് ബയോടെക്കിന്റെ സാലി മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.